നമ്മുടെ ചുറ്റുമുള്ള കാവുകൾക്കും കുളങ്ങൾക്കും പറയാൻ നൂറ്റാണ്ടുകളുടെ കഥകളുണ്ടാകും. കല്ലിൽ തീർത്ത ആ പഴയകാല ക്ഷേത്രച്ചൂരുകളിൽ ഇന്നും ആ പഴയ ഗന്ധമുണ്ട്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള കൊയിലാണ്ടി മുജുകുന്ന് കോട്ടയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര. എല്ലാവർക്കും മലബാർ മൈക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കൊയിലാണ്ടി മുജുകുന്ന് കോട്ട. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രവും ഈ കാവും കുളവും നമ്മളെ മറ്റൊരു ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്തിയിട്ടില്ല. ദർശനം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ക്ഷേത്രത്തിനടുത്ത് ചേർന്ന് കിടക്കുന്ന കാവ് കാണാൻ വേണ്ടിയാണ്. നമ്മുടെ പ്രകൃതി എന്തെല്ലാമാണ് നമുക്ക് കാണാൻ ഒരുക്കി വെച്ചത്. ഈ കാവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത കുളിർമയും സന്തോഷവും കിട്ടുന്നു. കാവിൻ്റെ ഭംഗി കണ്ട് നേരെ പോയത് മനോഹരമായ കുളം കാണാനാണ്. എന്തൊരു സുന്ദരമായ കുളം! കല്ലുകൾ അടുക്കി വെച്ച് മാത്രം നിർമ്മിച്ച ഈ കുളത്തിൻ്റെ ഭംഗി അതൊരു വല്ലാത്ത അനുഭവമാണ് നമുക്ക് തരുന്നത്. ഈ കുളത്തിൻ്റെ ഭംഗിയിൽ അങ്ങനെ ഇരിക്കെയാണ് എനിക്ക് പഴയ ഒരു സിനിമ ഓർമ്മ വന്നത്. അതെ, 1992 പുറത്തിറങ്ങിയ വിനീതും മനോജ് കെ ജയനും രംഭയും നെടുമുടി വേണുവും മറ്റൊട്ടേറെ കഥാപാത്രങ്ങളും കൂടി അഭിനയിച്ച ഹരിഹരൻ സംവിധാനം ചെയ്ത സർഗം സിനിമയാണ്. ആ ഒരു സർഗം എന്ന സിനിമയിൽ പ്രവാഹമേൽ തുടങ്ങുന്ന ഗാനത്തിനും മനോജ് കെ ജയൻ അഭിനയിച്ച കുട്ടൻ തമ്പുരാൻ എന്ന കഥാപാത്രം കുളക്കടവിൽ അപസ്മാരം വന്ന് കിടക്കുന്ന രംഗങ്ങളും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. എനിക്കറിയേണ്ടത് ഈ കോട്ടയുടെ ചരിത്രത്തെക്കുറിച്ചായിരുന്നു. ആരോടാണ് ഇതൊക്കെയൊന്ന് ചോദിക്കുക എന്ന് നോക്കിയപ്പോഴാണ് ഒരു ചേട്ടനെ കണ്ടത്. പേര് മധു. ഒരു ചാനലിൽ നിന്നും വരികയാണെന്നും എനിക്ക് ഈ കോട്ടയുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞപ്പോൾ കയറി വരൂ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം എന്നും പറഞ്ഞ് ചേട്ടൻ തുടങ്ങി. അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങൾ പറയുന്നത് ദ്വാപരയുഗ അവസാന കാലത്ത് ഈ പ്രദേശം മുഴുവൻ കൊടുങ്കാടായിരുന്നു അത്രേ. ആ കൊടുങ്കാടിൻ്റെ ഏറ്റവും ഉള്ളിൽ ഒരു പ്രദേശത്ത് അന്നത്തെ രാജർഷി തപസ് ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ രക്ഷിക്കാനും ജനങ്ങളെ രക്ഷിക്കാനൊക്കെ ആയിട്ട് ശിവനെ തപസ് ചെയ്തു. അങ്ങനെ ശിവൻ അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സംപ്രീതനായിട്ട് കൈലാസ തുല്യമായി പ്രത്യക്ഷപ്പെട്ടു. ശിവൻ, പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, ആദിത്യൻ, അങ്ങനെ 5 ദേവന്മാർ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കുക ചെയ്ത് അദ്ദേഹത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ആ കൊടുംവനത്തിൻ്റെ ഉള്ളിൽ 5 ശിലകളായി രൂപപ്പെട്ടു എന്നാണ്. പിന്നീടുള്ള കുറേ കാലം അദ്ദേഹമൊക്കെ കാലം ചെയ്തതിന് ശേഷമൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ തൊട്ടടുത്ത് വാഴയിൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ട് കാട്ടിൽ പിന്നെ വള്ളികളും അതൊക്കെ പോലെ കൊട്ടയും കൂട്ടയൊക്കെ നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ട് വള്ളിയൊക്കെ അറക്കാൻ വരും. അങ്ങനെ ഈ ശിലകളിൽ കത്തി അണിച്ചിരുന്നു, ചോര പൊടിഞ്ഞ്. അങ്ങനെയാണ് പിന്നെ ഇപ്പോഴത്തെ അമ്പലത്തിൻ്റെ ഉത്ഭവം. അങ്ങനെ നടന്ന് ഇവിടെ നമ്പൂതിരിമാർ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ ഇപ്പം കാണുന്ന അമ്പലവും നാലമ്പലവും ചുറ്റമ്പലവും മതിൽ, കന്മതിൽ, കുളം എന്നൊക്കെ പറയുന്നത് ഒരു 200 വർഷം പഴക്കമായിട്ടുള്ളൂ. മറ്റേതൊക്കെ പഴയ പൂർവികമായ കഥകളാണ്. കൊട്ടിയൂരായിട്ട് ബന്ധമുണ്ട്. കൊട്ടിയൂർ പല സമ്പ്രദായങ്ങളും ഇവിടെ ഉണ്ട്. ചതുശ്വത ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അടിയന്തര യോഗം എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. മാത്രമല്ല ഇപ്പം കാണുന്ന ഈ ചുറ്റമ്പലമൊക്കെ അതിനും ശ്രീകോവിൽ, ചെമ്പടിച്ച ശ്രീകോവിലൊക്കെ ഉണ്ടെങ്കിലും ഈ സ്വയംഭൂ നിൽക്കുന്ന സ്ഥലം മഞ്ഞും വെയിലും മഴയൊക്കെ കൊള്ളുന്ന രീതിയിൽ ആണെന്നുള്ളത്. അത് പ്രകൃതിയായിട്ട് അങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ള കൊട്ടിയൂരെ പോലെ തന്നെ ഉള്ള ഒരു സമ്പ്രദായത്തിലാണ്. അങ്ങനെ കാലപ്പഴക്കവും ചരിത്രവും ഉറങ്ങുന്ന കോട്ട കണ്ടതിൻ്റെ സന്തോഷത്തോടെയും അതെൻ്റെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞ സന്തോഷത്തോടു കൂടിയും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയ്ക്ക് തിരശ്ശീല ഇട്ടുകൊണ്ട് നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.